സുഹൈൽ മുഹമ്മദ് കൂടിയുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. സുഹൈൽ, ഇന്നലത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കൂടി വരുന്നതോടെ സമാധാനം എത്രയോ അകലെയാണ് എന്നതിന്റെ എല്ലാ സൂചനകളും വരികയാണ്. ആദ്യഘട്ടത്തിൽ 2 ആഴ്ചയായിരിക്കും ഈ യുദ്ധസമാന സാഹചര്യം തുടരുന്നത് എന്നുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അമേരിക്കയ്ക്ക് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാമെന്ന ട്രംപിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ അമേരിക്കൻ നിലപാട് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ നിലപാടും. ഇറാന്റെ പ്രതിരോധമാണ്. ഒപ്പം തന്നെ ഈ GCC രാജ്യങ്ങളുടെ അടക്കം ആക്രമണം നടത്തി യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് അതെന്ന വിലയിരുത്തലുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, മധ്യസ്ഥ ശ്രമത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒമാന് നേരെ ആദ്യം ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇന്നത് വീണ്ടും ആവർത്തിക്കുന്നു. അതും ദുഃഖം തുറമുഖത്തിന് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറാന്റേത് പ്രതിരോധ ശ്രമം മാത്രമാണോ എന്നുള്ള സംശയങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലേ? തീർച്ചയായും എന്തായാലും യുദ്ധം തുടങ്ങി, മധ്യപൂർവേഷ്യയിൽ യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് സങ്കീർണമായ ഒരു കാര്യമാണ്. കാരണം അത് വളരെ വേഗത്തിൽ തന്നെ ലോകത്തെല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി അസിത പറഞ്ഞു വന്നതിലേക്ക് വരികയാണെങ്കിൽ, മധ്യപൂർവേഷ്യകളിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒമാനെ ഒഴിച്ചൊരു ആക്രമണം നേരത്തെ നടത്തിയിരുന്നു. പിന്നീട് മധ്യസ്ഥ ചർച്ച ഒമാനെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ പ്രതിരോധം എന്ന് മാത്രം കണക്കാക്കാനാകില്ല, പ്രത്യാക്രമണം എന്നുകൂടി പറയേണ്ടി വരുമെങ്കിലും അവിടെയും ഈ കണ്ണടച്ച് ഇറാന്റെ ആക്രമണം എന്ന് പറയാൻ കഴിയില്ല. കാരണം ദുഃഖം തുറമുഖം എന്ന് പറയുന്ന ഇടം ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടമാണ്. ഈ ഹോർമൂസ് കടലെടുക്ക് നമുക്കറിയുന്ന പോലെ തന്നെ, നമ്മൾ പലയാവർത്തി പറഞ്ഞതുപോലെ തന്നെ, ലോക ഇന്ധന കയറ്റുമതിയുടെ ഏറ്റവും നിർണായകമായ കേന്ദ്രമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ദുഃഖം തുറമുഖം അടക്കമുള്ള ഇടങ്ങളിൽ ആക്രമിച്ചാൽ മാത്രമേ ആ വഴി വരുന്ന ഓൾറെഡി ഇപ്പോൾ ഹോർമൂസ് കടലിലേക്ക് അടച്ചിട്ടെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ ഹോർമൂസ് കടലെടുക്ക് താണ്ടാൻ ഏതെങ്കിലും കപ്പൽ വന്നാൽ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഞങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് വരുന്നവരെ ഒന്ന് ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒമാന്റെ തുറമുഖത്ത്, ഈ പറയുന്ന ദുഃഖം തുറമുഖത്തേക്ക് ആക്രമണം നടത്തുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് അറിയുന്നൊരു കാര്യം, ഒമാനിൽ അമേരിക്കയുടെ സ്ഥിരമായ സൈനിക താവളങ്ങളില്ല. ഒമാൻ അമേരിക്ക കൊടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് ഈ തുറമുഖ നഗരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ഓഫറാണ് ഒമാൻ പണ്ട് മുതലെയുള്ള കരാറുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ആക്രമിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങളെ, അമേരിക്കൻ വ്യോമതാവളങ്ങളെ, അമേരിക്കയുടെ താവളങ്ങളെ ആക്രമിക്കുന്നു എന്ന നിർവചനം കൂടി അതിന് പകരുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രത്യേകിച്ച് ദുഃഖം തുറമുഖം ആക്രമിക്കുമ്പോൾ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് ആ വഴിയുള്ള പൂർണ്ണമായ ഇന്ധന കയറ്റം നിലയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലാരെങ്കിലും മുതിരുകയാണെങ്കിൽ ഭയപ്പെടുത്താൻ കൂടി ലക്ഷ്യമിട്ടാണ്. കാരണം നിലവിൽ ഇറാന്റെ മുമ്പിലുള്ള ഏക പോംവഴി മറ്റു രാജ്യങ്ങൾ, അമേരിക്കയോ ഇറാനോ ഇസ്രായേലോ യുദ്ധത്തിന് പിന്മാറില്ല എന്ന് വളരെ ക്ലിയർ കട്ടായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെ ചെയ്യാൻ കഴിയുക മറ്റ് ആഗോള രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി അവർ വഴി അമേരിക്കയും ഇസ്രായേലിനും ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആഗോള രാജ്യങ്ങൾക്ക് പ്രത്യാഘാതം ഉണ്ടാക്കണമെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു ഇന്ധന പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ഇന്ത്യ പോലെ നമ്മുടെ രാജ്യം അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പ്രധാനമായും നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും പറയുന്ന ക്രൂഡ് ഓയിൽ ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ്. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ധനമടക്കം എത്തണമെങ്കിൽ ഹോർമൂസ് കടലിലേക്ക് വളരെ സുഗമമായി താണ്ടിയേ തീരുകയുള്ളൂ. അങ്ങനെ താണ്ടാൻ കഴിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പല രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടി ഇപ്പോൾ 100 ദിവസത്തെ റിസർവ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിന് അപ്പുറത്തേക്കുള്ള റിസർവുകൾ ഉണ്ടാകില്ല. റിസർവുകൾ ഉണ്ടെന്ന് മട്ടിൽ നമ്മൾ പിന്നീട് കയറ്റുമതി നിർത്തുന്നതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ബാരലുകൾ ഇന്ധനം പല രാജ്യങ്ങൾ പല ഭാഗത്തേക്ക് എത്തുന്നതാണ്. അത് നിൽക്കുന്നതോടുകൂടി റിസർവ് എന്ന് പറഞ്ഞാൽ കരുതൽ ശേഖരമാണ്. കരുതൽ ശേഖരത്തിന് ഇന്ധനം ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകരാജ്യങ്ങൾ നീങ്ങും. അതും തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് അപ്പുറത്തേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട വൈദ്യുതി നിലയങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ടാണ്. ഈ ഖത്തർ നേരത്തെ തന്നെ നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഈ ഖത്തറിനെ ആശ്രയിച്ച് 50% നാച്ചുറൽ ഗ്യാസ് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഫ്യൂവൽ ഹംഗ്രി സ്റ്റേറ്റുകൾ എന്നാണ് വിളിക്കാറ്. അങ്ങനെ ഈ നാച്ചുറൽ ഗ്യാസിന്റെ കുറവ് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല ജപ്പാനും സൗത്ത് കൊറിയയും അടക്കമുള്ള ലോക രാജ്യങ്ങളെ ബാധിക്കും. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇന്ധനത്തിലൊരു കുറവ് വന്നാൽ, ഇന്ധനത്തിന്റെ ഒരു കയറ്റുമതിയിലൊരു കുറവ് വന്നാൽ, ഇന്ത്യയിൽ ലഭിക്കുന്ന കുറവ് വന്നാൽ സ്വാഭാവികമായും അവർക്ക് അമേരിക്കൻ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. കാരണം ഇന്ധനമില്ല മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ഈ ആക്രമണത്തെ, ഇറാന്റെ പ്രത്യാക്രമണത്തെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരിക്കലും കണ്ണടച്ചുള്ള ആക്രമണം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അത്
കണക്കുകൂട്ടിയുള്ള ആക്രമണമാണ്. അതുകൂടാതെ ഈ പറയുന്ന 6 GCC രാജ്യങ്ങളിൽ മാത്രമല്ല ആക്രമണം നടത്തുന്നത്. സൈപ്രസിൽ നടത്തുന്നുണ്ട്, ഇറാഖിൽ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാന്റെ കേന്ദ്രങ്ങളിലേക്കും ഇറാനും മറ്റു രാജ്യങ്ങളിലെ ചെറിയ ചെറിയ താവളങ്ങളിലേക്കടക്കം അമേരിക്ക ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമാണ് പാകിസ്ഥാനിലേക്കടക്കം ആക്രമണം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇറാന്റെ ഒരു റിറ്റാലിയേഷൻ ഓപ്പറേഷൻ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളാണ്. ഡ്രോണുകൾ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും വലിയ ചെലവ് കുറഞ്ഞ ഡ്രോണുകളുമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ കരുതൽ ശേഖരമായ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം നിലവിൽ ഇറാന്റെ കൈവശമുണ്ട്. ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഇതേ സമയം തന്നെ ഇസ്രായേലിലേക്ക് പതിപ്പിക്കുന്നുണ്ട്. ബേത്ഷെമേം അടക്കം, ബേത്ഷെമേം എന്ന് പറഞ്ഞാൽ ജെറുസലേം എന്ന ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് നിന്ന് വെറും ചുരുങ്ങിയ കിലോമീറ്റർ മാത്രം ദൂരത്താണ് ബേത്ഷെമേമിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. ബേത്ഷെമേമിലെ IDFന്റെ കമാൻഡിംഗ് സെന്ററിലടക്കം ആക്രമണം നടത്തി ഇറാൻ അവകാശപ്പെടുന്നു. അതേസമയം നിലവിൽ ഇസ്രായേൽ ഒരു സ്ട്രാറ്റജി നമ്മൾ നേരത്തെ ഹമാസിന്റെ നേർക്കൊക്കെ കണ്ട അതേ സ്ട്രാറ്റജിയാണ്. അവിടുത്തെ നേതൃനിരയെ ഇല്ലാതാക്കുക. പുതിയ നേതൃനിര വന്ന് നമ്മൾ യഹ്യ സിൻവാറിനെ ഇല്ലാതാക്കിയുടൻ മുഹമ്മദ് സിൻവാർ അധികാരമേറ്റത് നമ്മൾ കണ്ടതാണ് ഹമാസിന്റെ കാര്യത്തിൽ. പക്ഷേ മുഹമ്മദ് സിൻവാറിനും ആയുസ് കുറവായിരുന്നു. മുഹമ്മദ് സിൻവാറിനെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കി. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇസ്രായേൽ ഇറാനിന് മുകളിലും അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെന്ന് വേണം നിലവിൽ അനുമാനിക്കാൻ. കാരണം അതിന്റെ ഭാഗമായാണ് പെസഷ്ക്യാന്റെ, അതായത് ഇറാൻ പ്രസിഡന്റാണ്, പെസഷ്ക്യാന്റെ ഓഫീസിലേക്ക് ഒരു ആക്രമണം നടത്തുന്നു, സെക്യൂരിറ്റി കൗൺസിലേക്ക് ആക്രമണം നടത്തുന്നു. പുതിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന് പുതിയ മേധാവിയായി അഹമ്മദ് വാഹിനി ചുമതലയേറ്റിട്ട് ദിവസങ്ങളാവുന്നേ ഉള്ളൂ. അഹമ്മദ് വാഹിനി അടക്കം ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തുന്നു പറയുമ്പോൾ നേരത്തെ ആയത്തുൽ ഖമേനിയും മുഹമ്മദ് പാക്പോറിനെയും അൻസി നസർ സാദിനും അടക്കമുള്ള ഉന്നതരെ ഇല്ലാതാക്കി അതേ സ്റ്റൈലിൽ അവർക്ക് പകരക്കാരായ ആളുകളെ കൂടി ഇല്ലാതാക്കി, സൈനിക ശേഷി ഇല്ലാതാക്കി, നേതൃശേഷി ഇല്ലാതാക്കി ഇറാനിൽ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കുക എന്ന ഒരു സ്ട്രാറ്റജിയിലേക്കാണ് ഇസ്രായേലും അമേരിക്കയും നീങ്ങുന്നതെന്ന് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അനുമാനിക്കേണ്ടി വരും. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.